സ്വന്തം മിഥില മിസ് ആണ്. എന്റെ കുട്ടികൾ എല്ലാവരും നമ്മുടെ സൈലത്തോടൊപ്പം ചേർന്ന് തന്നെ 10 days സ്റ്റഡി ചലഞ്ച് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇന്നലെ നമ്മള് പീരിയോഡിക് ടേബിളും റിഡോക്സ് റിയാക്ഷൻസിന്റെയും കോൺസെപ്റ്റും ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി. ഇനിയും ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനായി ബാക്കിയുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ സീറോ ടു ഹീറോ സീരീസിൽ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇന്നലത്തെ ലൈവ് കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലൈവ് നിങ്ങൾ എടുത്ത് കാണണം. കാരണം ആ ലൈവില് നമ്മൾ എല്ലാ കോൺസെപ്റ്റുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മക്കളെ, ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കുട്ടി ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സമയം കളയാതെ വേഗം തന്നെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. എല്ലാവരും റെഡി അല്ലേ? സെറ്റ് ആണോ? ഗുഡ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ബോത്ത് HCl ആൻഡ് NaH കണ്ടെയ്ൻ ഹൈഡ്രജൻ. HCl ഉണ്ട്, NaH ഉണ്ട്, 2 പേരുടെ കയ്യിലും ഹൈഡ്രജനും ഉണ്ട്. ബട്ട് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ഇൻ ദം ആർ ഡിഫറെന്റ്. അപ്പൊ HCl ഹൈഡ്രജൻ ക്ലോറൈഡും ഉണ്ട്, സോഡിയം ഹൈഡ്രൈഡും ഉണ്ട് അല്ലെ. പക്ഷെ ഇവര് പറയുന്നു 2 കേസിലും ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ ഡിഫറെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 കോമ്പൗണ്ടിലെയും ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. മക്കളെ, ഹൈഡ്രജൻ ജനറലി എല്ലാ ആൾക്കാരുമായിട്ട്, കുറച്ചും കൂടി സ്പെസിഫിക്കലി പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രജൻ നോൺ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +1 ആണ്. വേറാസ് നമ്മുടെ ഹൈഡ്രജൻ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഓക്കെ, അപ്പൊ മെറ്റലും ഹൈഡ്രജനും റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആളാണ് മെറ്റൽ ഹൈഡ്രൈഡ്സ്. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് മെറ്റൽ ഹൈഡ്രൈഡുകളിൽ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആയിരിക്കും. ഇതൊരു എക്സെപ്ഷണൽ കണ്ടീഷൻ ആണ് അല്ലെ, കൃത്യമായിട്ട് ഓർത്തു വെക്കാം. അപ്പോ HCl എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ഈസ് എ നോൺ മെറ്റൽ അല്ലെ. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. വേറാസ് NaH എന്ന് പറയുമ്പോൾ സോഡിയം ഒരു മെറ്റൽ ആണ്. അപ്പൊ ഇതൊരു മെറ്റൽ ഹൈഡ്രൈഡ് ആണ്. മെറ്റൽ ഹൈഡ്രൈഡ് ആണെങ്കിൽ നമ്മുടെ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പൊ ഈ ഒരു വ്യത്യാസം എന്റെ കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സൾഫർ ഇൻ SO4 എടാ, നമ്മുടെ കയ്യില് SO4 എന്ന് പറയുന്ന ഒരാളുണ്ട് അല്ലെ. എവിടെക്കട്ടെ, SO4 ആണ്. ഈ SO4 സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ ഇത് -2 ആണ് എന്ന് നമുക്കറിയാം. അറിയില്ല എങ്കിൽ ഇപ്പൊ തന്നെ മനസ്സിലാക്കി വെച്ചോ. ഓക്സിജൻ മെജോറിറ്റി കോമ്പൗണ്ടുകളും കാണിക്കുന്ന ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -2 ആണ്. ഇനി മക്കളെ നോക്കിക്കേ, ഇതൊരു അയോൺ ആണ് അല്ലെ. ഒരു അയൺ ആണെങ്കിൽ നമ്മൾ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ആ അയണിന്റെ ചാർജ് എത്രയാണോ അതിനോട് തുല്യമായിരിക്കും. അതായത് സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പറും ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയാൽ നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു -2 എന്ന് പറയുന്ന ചാർജ് ആണ്. ഇനി സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ എനിക്ക് അറിയില്ല, സോ ഞാൻ അതിനെ X എന്ന് വിളിക്കും. അതേ പ്ലസ് ഓക്സിജൻ, ഒരു ഓക്സിജന്റെ ഇത് -2 ആണ്. ഇവിടെ 4 ഓക്സിജൻ ആറ്റം ഉണ്ടേ. അപ്പൊ ഞാൻ -2 × 4 ചെയ്തു. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എനിക്ക് എത്ര കിട്ടണം? ഈ അയണിന്റെ ചാർജ് എത്രയാണോ അത് കിട്ടണം. അതായത് -2 കിട്ടണം. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ X - 8 = -2 എന്ന് വരും. Xന്റെ വാല്യൂ എത്രയാ വരിക? ഈ -8നെ -2ന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു അല്ലെ. അപ്പൊ സൈൻ ചേഞ്ച് ആയി -2 + 8 എന്ന് വരും. അതായത് +6 എന്ന് കിട്ടും. അപ്പൊ മക്കളെ, SO4 എന്ന് പറയുന്ന കോമ്പൗണ്ടിലെ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് നമുക്ക് കിട്ടി? സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ +6 എന്ന് കിട്ടി. എടാ മക്കളെ, ഓക്സിഡേഷൻ നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബാലൻസിങ് പോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനും അതേപോലെ ഓക്സിഡേഷൻ നമ്പറിന്റെ എക്സെപ്ഷണൽ കേസുകളും. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ഇത് ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ HClO4. HClO4 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കാം. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? ഇവിടെ +1 ആണ്. ക്ലോറിനെ നമുക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെ X എന്ന് വിളിക്കുന്നു. അതേ പ്ലസ് ഒരു ഓക്സിജന്റെ ഇത് -2, ഇവിടെ 4 എണ്ണം ഉണ്ട്. സോ -2 × 4 ചെയ്തു. അപ്പൊ ഇതൊരു കോമ്പൗണ്ട് ആണ് അല്ലെ. ഒരു കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ
നമ്പറിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം ഒരു കോമ്പൗണ്ടിന്റെ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലെ. HCl O4 എന്ന് പറയുന്ന കോമ്പൗണ്ടിലെ ഹൈഡ്രജൻ, ക്ലോറിൻ, ഓക്സിജൻ ഇവരുടെ 3 പേരുടെയും ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. ശരിയല്ലേ? അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടണം. +1 + x - 8 = 0 എന്ന് വരും. ഈ +1 ഉം -8 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ x - 7 = 0 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാ മക്കളെ? ഈ -7നെ 0യുടെ അടുത്തേക്ക് കൊണ്ടുപോയി പോരെ. അപ്പൊ നമുക്ക് കിട്ടും x = +7 എന്ന് കിട്ടും. HClO4ൽ ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +7 ആയിരിക്കും. എത്രയാ? +7 ആയിരിക്കും. സിമ്പിൾ ആണ്, കൃത്യമായിട്ട് അറിയാം, മാർക്ക് കളയരുത്. അടുത്ത ചോദ്യം നോക്കിക്കോ. A reducing agent is a substance which dash electrons in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുമ്പോൾ നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ് എന്താ ചെയ്യുക? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുവാണോ ഇലക്ട്രോണിനെ മേടിക്കുവാണോ? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നെ ആരാണ് റെഡ്യൂസിങ് ഏജന്റ്, ആരാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്നറിയണം അല്ലെ. നമുക്കറിയാം ഒരു ഓക്സിഡൈസ്ഡ് ആറ്റത്തെ, ഏത് ആറ്റത്തിനാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓക്സിഡൈസ്ഡ് ആറ്റം, ഈ ഓക്സിഡൈസ്ഡ് ആറ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. ആർക്കാണോ ഓക്സിഡേഷൻ നടന്നത്, ആരാണോ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത്, ആരുടെ ഓക്സിഡേഷൻ നമ്പർ ആണോ കൂടിയത്, അവനെ നമുക്ക് റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കാം. ഇനി റെഡ്യൂസ്ഡ് ആറ്റം എന്ന് പറഞ്ഞാൽ ആരാ? റിഡക്ഷൻ നടന്ന ആള് അല്ലെ. അപ്പൊ മക്കളെ, ഒരു റെഡ്യൂസ്ഡ് ആറ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോ ആരാണോ ഇലക്ട്രോണിനെ വാങ്ങിയത്, ആരുടെ ഓക്സിഡേഷൻ നമ്പർ ആണോ കുറഞ്ഞത്, അവന് റിഡക്ഷൻ നടന്നു, അവനെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് നമ്മൾ വിളിക്കും. ശരിയല്ലേ? അപ്പൊ ചോദ്യത്തിൽ ചോദിച്ചത് റെഡ്യൂസിങ് ഏജന്റ് എന്താ ചെയ്യാ? റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കുന്നവരാ. അപ്പൊ ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്താ ചെയ്യാ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അപ്പൊ നമുക്ക് പറയാം, ഒരു റെഡ്യൂസിങ് ഏജന്റ് എടുത്തു കഴിഞ്ഞാൽ വിച്ച് ലോസസ് ഇലക്ട്രോൺ അല്ലെ, വിച്ച് ലോസസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ വിച്ച് ഡൊണേറ്റ്സ് ഇലക്ട്രോൺ, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നവരാണ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസസ് വിച്ച് ഗെയിൻസ് ഇലക്ട്രോൺ, ഇലക്ട്രോണിനെ കിട്ടുന്നവരാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് നമുക്ക് പറയാം. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. Among the elements fluorine and iodine dash exhibit both positive and negative oxidation state. മക്കളെ, ഫ്ലൂറിൻ എന്ന് പറയുന്ന ആള് ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ്. ഇവൻ ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ പോലും ഫ്ലൂറിൻ കാണിക്കുന്ന ഒരേ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റേ ഉള്ളൂ, അത് -1 ആണ്. ഫ്ലൂറിൻ എപ്പോഴും കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഇതിനപ്പുറം വേറെ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റും നമ്മുടെ ഫ്ലൂറിൻ കാണിക്കുകയില്ല. ഓക്കെ, അപ്പൊ ഫ്ലൂറിന്റെ ഒപ്പം വരുന്ന ആൾക്കാര് ഈവൻ ഓക്സിജൻ പോലും പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. അപ്പൊ ഫ്ലൂറിനും അയഡിനും എടുത്താൽ എന്താ സംഭവിക്കുക? ആരായിരിക്കും രണ്ടും കാണിക്കുന്നത്? അയോഡിൻ ആയിരിക്കും അല്ലെ. ഫ്ലൂറിൻ -1 മാത്രമേ കാണിക്കൂ, അയഡിൻ മൈനസും കാണിക്കും പ്ലസും കാണിക്കും. റെഡിയാണോ? സെറ്റാണോ? 3 മാർക്കാണ് ഇപ്പൊ നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത ചോദ്യം നോക്കാം. കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ഇൻവോൾവ് ഓക്സിഡേഷൻ ആർ റിഡക്ഷൻ ആർ കോൾഡ് റിഡോക്സ് റിയാക്ഷൻസ് അല്ലെ. നമുക്കറിയാം, ഓക്സിഡേഷനും റിഡക്ഷനും ഒന്നിച്ച് നടന്നാൽ അതിനെ ഒരു റിഡോക്സ് റിയാക്ഷൻ എന്ന് നമുക്ക് വിളിക്കാം. അത് നമുക്കറിയാം. ഇനി ദ അൺബാലൻസ്ഡ് ഇക്വേഷൻ ഇൻ ദ അയോണിക് ഫോം ഓഫ് എ റിഡോക്സ് റിയാക്ഷൻ ഇസ് ഗിവൺ ബിലോ. അപ്പൊ ഒരു ഇക്വേഷനിലെ അൺബാലൻസ്ഡ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ചോദ്യം എന്താ? ഓക്സിഡൈസിങ് ഏജന്റിനെ കണ്ടുപിടിക്കണം. ഓക്സിഡൈസിങ് ഏജന്റിനെ കണ്ടുപിടിക്കണമെങ്കിൽ ആർക്കാണ് റിഡക്ഷൻ നടന്നത് എന്ന് നമ്മൾ അറിയണം. ശരിയല്ലേ? അതവിടെ നിൽക്കട്ടെ. നോക്കിക്കേ മക്കളെ, ഇതിൽ ആർക്കാണ് ഓക്സിഡേഷൻ നടന്നതെന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഇതിനെ ബാലൻസ് ചെയ്യണം. ഓക്സിഡേഷൻ നമ്പർ വഴി, മെത്തേഡ് വഴി ബാലൻസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ബാലൻസ് ചെയ്ത് തുടങ്ങാം. ബാലൻസ് ചെയ്ത് തുടങ്ങുമ്പോ ഈ ഓക്സിഡൈസ്ഡ് ആറ്റം ആര്, ഓക്സിഡൈസിങ് ഏജന്റ് ആര് എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ശരിയല്ലേ? അപ്പൊ നോക്കിക്കോ. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 1 എന്താ? തന്നിട്ടുള്ള ഇക്വേഷനെ എടുത്തെഴുതുക. തന്നിട്ടുള്ള ഇക്വേഷൻ ഏതാ? തന്നിട്ടുള്ള ഇക്വേഷൻ Fe2 plus Cr2O7 2 minus gives Cr3 plus
പ്ലസ് Fe3+. ഇതാണ് തന്നിട്ടുള്ള ഇക്വേഷൻ. അസിഡിക് മീഡിയത്തിലാണ് നമ്മൾ ഇതിനെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വഴി ബാലൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നോക്കിക്കേ, ഈ ഇക്വേഷൻ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഓക്സിജനും ഹൈഡ്രജനും ഒഴികെയുള്ള എല്ലാ ആൾക്കാരെയും ബാലൻസ് ചെയ്യണം. അപ്പൊ നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിൽ ഒരു അയൺ, റൈറ്റ് സൈഡിലും ഒരു അയൺ ബാലൻസ്ഡ് ആണ്. ലെഫ്റ്റ് സൈഡിൽ 2 ക്രോമിയം, റൈറ്റ് സൈഡിൽ 1 ക്രോമിയം ഉള്ളൂ. സോ ക്രോമിയത്തിന്റെ ബാലൻസ് ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. ഇപ്പോ നമ്മുടെ ഓക്സിജനും ഹൈഡ്രജനും ഒഴികെയുള്ള എല്ലാ ആൾക്കാരും ബാലൻസ്ഡ് ആയി എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ ആൾക്കാരുടെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നു. മക്കളെ, Fe2+ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ വരുന്നത്? Fe2+ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +2 ആണ്. ഒരു അയണിന്റെ ചാർജ് എത്രയാണോ അത് തന്നെയാണ് അവന്റെ ഓക്സിഡേഷൻ നമ്പർ. ഇനി Fe3+ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +3 ആണ്. ശരിയല്ലേ? ഇനി Cr2O7 2-, Cr2O7 2-ൽ നിങ്ങൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്ന രീതിയിൽ കണ്ടുപിടിച്ചാൽ കിട്ടും. ഒരു ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +6 ആണ്. ഇവിടെ എത്ര ക്രോമിയം ഉണ്ട്? ഇവിടെ 2 ക്രോമിയം ഉണ്ട്. ഒരു ക്രോമിയത്തിന്റെ പൈസ 6 രൂപ. അങ്ങനെയാണെങ്കിൽ 2 ക്രോമിയത്തിന് എത്ര വിലയുണ്ട്? 6 × 2 12. അപ്പൊ ഒരു ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +6 ആയാൽ 2 ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ മക്കളെ? +6 × 2 +12 എന്ന് കിട്ടും. സോ 2 ക്രോമിയം ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ +12 എന്നെഴുതി. എന്തെഴുതി? +12 എന്ന് ഞാൻ ആൻസർ എഴുതി, ഓക്സിഡേഷൻ നമ്പർ എഴുതി. ഇനി ക്രോമിയം Cr3+ എന്ന് പറയുമ്പോൾ അയോൺ ആണ്, അതിന്റെ ചാർജ് +3 തന്നെയാണ്. ഈ +3 എന്ന് പറയുന്നത് ഒരു ക്രോമിയത്തിന്റെ ചാർജ് ആണ്. ശരിയല്ലേ? ഇവിടെ എത്ര ക്രോമിയം ഉണ്ട്? 2 ക്രോമിയം. ഒരു ക്രോമിയത്തിന് 3 രൂപ, 2 ക്രോമിയത്തിന് എത്ര രൂപ? 6 രൂപ. അപ്പൊ ഒരു ക്രോമിയത്തിന്റെ ചാർജ് +3 ആണെങ്കിൽ 2 ക്രോമിയത്തിന്റെ എത്രയായിരിക്കും മക്കളെ? +6 ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാ ആൾക്കാരുടെയും ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ വന്ന ചേഞ്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം, അല്ലെ? അയണിന് എന്ത് മാറ്റമാണ് നടന്നത്? +2 നിന്ന് +3 മാറി, അല്ലെ? അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 നിന്നും +3 മാറി. +2 നിന്ന് +3 മാറുക എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ഒന്നുകൂടി ഇൻക്രീസ് ബൈ 1 ആണ്, അല്ലെ? ഓക്സിഡേഷൻ നമ്പർ 2 നിന്ന് 3 ആയി, ഒന്നുകൂടി. ഇനി ക്രോമിയത്തിന് എന്ത് മാറ്റാ നടന്നത്? ആദ്യം +12 ആയിരുന്ന 2 ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +6 ആയിട്ട് മാറി. +12 നിന്നും +6 ആയി മാറി. 12 നിന്ന് 6 ആയിട്ട് മാറുക എന്ന് പറഞ്ഞാല് 6 കുറയാണ്. ഇവന്റെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ബൈ 6 ആണ്, അല്ലെ? 6 കുറഞ്ഞു. അപ്പൊ മക്കളെ, ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ നമുക്കതിനെ ഓക്സിഡേഷൻ എന്നും ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ നമുക്കതിനെ റിഡക്ഷൻ എന്നും പറയാം, അല്ലെ? നമുക്കതിനെ റിഡക്ഷൻ എന്നും പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓക്സിഡേഷൻ നടന്നത് ആർക്കാ? Fe2+. റിഡക്ഷൻ നടന്നത് ആർക്കാ? Cr2O7 2-ലെ ക്രോമിയത്തിനാണ് റിഡക്ഷൻ നടന്നത്. അപ്പൊ മക്കളെ, ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ആള്, ഓക്സിഡൈസ്ഡ് ആറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയൺ എന്ന് പറയുന്നത് Fe2+ ആണ്. കാരണം ഇവനാണ് 3+ ആയത്. ഇനി റിഡക്ഷൻ നടന്ന ആളാരാ? റിഡക്ഷൻ നടന്ന ആളെന്ന് പറയുന്നത് ക്രോമിയം ഇൻ Cr2O7 2-, അല്ലെ? ആദ്യം +6 ആയിരുന്ന ആള് +3 മാറി. ശരിയാണോ? അപ്പോ Cr2O7 ഡൈക്രോമേറ്റ് അയണിലെ ക്രോമിയത്തിനാണ് ഇവിടെ റിഡക്ഷൻ നടന്നത്. ഇനി എന്റെ കുട്ടികൾ പറ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് ആരാ? ആർക്കാണോ റിഡക്ഷൻ നടന്നത് അയാളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. സോ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രോമിയമാണ്. ക്രോമിയം ഇൻ Cr2O7 2-. ഇവനാണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്, അല്ലെ? റെഡ്യൂസിങ് ഏജന്റ് ആരാ? ആർക്കാണോ ഓക്സിഡേഷൻ നടന്നത്. സോ ഇവിടെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് Fe2+ ആണ്. ഉത്തരം എഴുതിക്കൂടെ? അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് ക്രോമിയം ഇൻ Cr2O7 2-. ഇനി
ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഓക്സിഡേഷൻ നടന്നത് Fe2+നാണ്. ഇനി നമുക്ക് ബാക്ക് ടു ബാലൻസിങ്, നമ്മുടെ ബാലൻസിങ്ങിലേക്ക് കടക്കാം അല്ലെ. ഇതങ്ങ് തൂത്ത് കളഞ്ഞേക്കട്ടെ. അപ്പൊ ഇത്രയും വന്നു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പറിന് വരുന്ന ചേഞ്ച് വരെ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ഇനി നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മക്കളെ, ഇവിടെ വന്നിട്ടുള്ള ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറും ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറും ഈക്വൽ ആയിരിക്കണം. ഓക്സിഡേഷൻ നമ്പർ 6 കുറയുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ ഓക്സിഡേഷൻ നമ്പർ 6 കൂടണം. സോ ഈ പറഞ്ഞ ഓക്സിഡേഷൻ നമ്പറിന്റെ ഇൻക്രീസും ഡിക്രീസും ഈക്വൽ ആകണം. ഇവിടെ നോക്കിക്കേ, ഓക്സിഡേഷൻ നമ്പർ 6 കുറയുന്നു, അയണിനോ ഓക്സിഡേഷൻ നമ്പർ 1 കൂടുന്നത്. സോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ ഈക്വൽ ആക്കാൻ? ഈ 1നെ 6 ആക്കി മാറ്റാം. 1നെ 6 ആക്കി എങ്ങനെ മാറ്റാം? ഈ 1നെ ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 1 6 are 6. സോ ഈ ഒരു എൻറ്റയർ ഇക്വേഷനെയും നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 6 Fe2+ Cr2O7 2- gives 2 Cr3+ 6 Fe3+ എന്ന് കിട്ടും ഇല്ലേ. ഇത്രയും ആയാൽ ഇനി നമുക്ക് ഓക്സിജനെ ബാലൻസ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലായിട്ട് 7 ഓക്സിജൻ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഓക്സിജനേ ഇല്ല. ഈ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ ഞാൻ 7 വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. 7 വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്തപ്പോൾ 14 ഹൈഡ്രജൻ എക്സ്ട്രാ വന്നു. അസിഡിക് മീഡിയം അല്ലേ. ഈ 14 ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ ലെഫ്റ്റ് സൈഡിൽ ഞാൻ 14 H+നെ ആഡ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഇതോട് കൂടിയിട്ട് എന്റെ ഇക്വേഷൻ ബാലൻസ്ഡ് ആയില്ലേ. സിമ്പിൾ ആണ്. സോ ആദ്യം തന്നിട്ടുള്ള ഇക്വേഷനെ എടുത്തെഴുതുക. ഓക്സിജനും ഹൈഡ്രജനും ഒഴികെയുള്ള എല്ലാ ആൾക്കാരെയും ബാലൻസ് ചെയ്യുന്നു. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നു. ഓക്സിഡേഷൻ നമ്പറിൽ വന്നിട്ടുള്ള ചേഞ്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഇനി ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറും ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറും നമ്മൾ ഒരേപോലെ ആക്കുന്നു, ഈക്വൽ ആക്കുന്നു. അതിനുശേഷം എന്താ ചെയ്യുക? ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെ. അസിഡിക് മീഡിയം ആണെങ്കിൽ H+ഉം ബേസിക് മീഡിയം ആണെങ്കിൽ നമ്മൾ OH- ആഡ് ചെയ്യുന്നു. അപ്പൊ മക്കളെ, ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നലത്തെ ലൈവ് ക്ലാസ് കണ്ടു നോക്കുക. നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഡു വാച്ച് യെസ്റ്റർഡേയ്സ് ക്ലാസ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഇൻ റിഡോക്സ് റിയാക്ഷൻസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഒക്കേഴ്സ് സൈമൾട്ടേനിയസ്ലി വി നോ. അങ്ങനെയാണെങ്കിൽ ഹൗ ആർ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിലേറ്റഡ് ടു ദ ഓക്സിഡേഷൻ നമ്പർ? മക്കളെ, ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഓക്സിഡേഷനെയും റിഡക്ഷനെയും പറയാം? നമുക്കറിയാം, ഒരു ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ, ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക? ഓക്സിഡേഷൻ എന്ന് പറയും. ഇനി കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണെങ്കിലോ, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ നമുക്കതിനെ റിഡക്ഷൻ എന്ന് വിളിക്കാം. സോ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷനും, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ റിഡക്ഷനുമാണ്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ വൺ ഓഫ് യുവർ ഫ്രണ്ട്സ് ആർഗ്യൂസ് ദാറ്റ് thermal decomposition of potassium chlorate is a redox reaction, whereas that of calcium carbonate is not a redox reaction. Give your opinion and substantiate. നമുക്ക് നോക്കിയാലോ, എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷൻസും റിഡോക്സ് റിയാക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമുക്ക് നോക്കാം മക്കളെ. ആദ്യം തന്നിട്ടുള്ള ആള് ആരാ? KClO3. അപ്പോ KClO3 വിഘടിക്കുമ്പോൾ, ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് മക്കളെ പൊട്ടാസ്യം ക്ലോറൈഡും അതേപോലെ തന്നെ ഓക്സിജനുമാണ്. ഇവിടെ റിഡോക്സ് റിയാക്ഷൻ നടന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. KClO3യിൽ പൊട്ടാസ്യം +1 ആണ്, ക്ലോറിൻ ഇവിടെ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, ഓക്സിജൻ -2, ഒരു ഓക്സിജൻ -2, ഇവിടെ 3 ഓക്സിജൻ ഉണ്ട്. സോ ടോട്ടൽ -6 വരും. അതുകൊണ്ടാണ് ക്ലോറിന് +5ഉം പൊട്ടാസ്യത്തിന് +1ഉം വന്നിട്ടുള്ളത്. ഇനി KCl എന്ന് പറയുമ്പോൾ ക്ലോറിൻ -1 ആണ്, അതേപോലെ തന്നെ പൊട്ടാസ്യം എന്ന് പറയുന്നത് +1 ആണ്. ഓക്സിജൻ ഇവിടെ 0 ആയി. എലമെന്ററി ഫോമിലല്ലേ, O2 അല്ലേ, അൺകമ്പൈൻഡ് സ്റ്റേറ്റ് അല്ലേ. സോ 0 ആയി. ഇനി നമുക്ക് ചേഞ്ച് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. പൊട്ടാസ്യത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇനി ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ +5ൽ നിന്ന് -1ലേക്ക് മാറി. +5ൽ നിന്ന ആള് +4 +3 +2
+1 0 -1 ഇത്രയും കുറഞ്ഞു അല്ലെ. അതായത് ഇവിടെ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്തു. അപ്പൊ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ ഇവിടെ റിഡക്ഷൻ നടന്നു എന്ന് ഞാൻ പറയും അല്ലെ. ശരിയാണോ? അപ്പൊ എനിക്ക് എന്ത് പറയാം? ക്ലോറിൻ ഈസ് റെഡ്യൂസ്ഡ് അല്ലെ. ക്ലോറിൻ ഇവിടെ റിഡക്ഷൻ നടന്നു, ക്ലോറിൻ ഈസ് റെഡ്യൂസ്ഡ്. ഇനി ഓക്സിജൻ, ആദ്യം ഓക്സിജന്റെ ഇത് -2 ആയിരുന്നു, പിന്നീട് 0 ആയിട്ട് മാറി അല്ലെ. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 നിന്നും 0 ആയിട്ട് മാറി. അതായത് -2 1 2 അല്ലെ, ഇൻക്രീസ് ചെയ്യുക, ഓക്സിഡേഷൻ നമ്പർ കൂടി. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ അതിനെ നമുക്ക് ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് പറയാം, എന്താ നമ്മൾ പറയാ? ഇവിടെ ഓക്സിജൻ ഇസ് ഓക്സിഡൈസ്ഡ് എന്ന് പറയും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ക്ലോറിൻ റെഡ്യൂസ്ഡ് ആയി, ഓക്സിജൻ ഓക്സിഡൈസ്ഡ് ആയി. ഓക്സിഡേഷനും നടന്നു, റിഡക്ഷനും നടന്നു. സോ ദിസ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാം. അപ്പൊ നമ്മുടെ കുട്ടിക്ക് വിവരമുണ്ട് അല്ലെ. കുട്ടി നിങ്ങളെ പോലെയാ, പറഞ്ഞത് കറക്റ്റാ. ഇനി അടുത്ത ഇക്വേഷൻ നോക്കാം. കാൽഷ്യം കാർബണേറ്റിനെ ചൂടാക്കുമ്പോൾ ഇവൻ ഡീകമ്പോസ് ചെയ്ത കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറി. മക്കളെ, കാൽഷ്യം കാർബണേറ്റിൽ കാൽഷ്യം +2 ആണ്. ഓക്കെ, കാർബൺ +4 ആണ്. ഓക്സിജൻ ആസ് ഓൾവേസ് ഒരാള് -2 ആണ്. ഇനി കാൽഷ്യം ഓക്സൈഡിൽ ഓക്സിജൻ -2, കാൽഷ്യം +2. കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബൺ +4, ഓക്സിജൻ -2. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ആരുടെയെങ്കിലും ഓക്സിഡേഷൻ നമ്പർ മാറിയിട്ടുണ്ടോ? ആരുടെ ഓക്സിഡേഷൻ നമ്പറും മാറിയിട്ടില്ല. നോക്കിക്കേ, കാൽഷ്യം +2 റിയാക്ഷൻ കഴിഞ്ഞപ്പോഴും +2, കാർബൺ +2 +4 റിയാക്ഷൻ കഴിഞ്ഞപ്പോഴും +4, ഓക്സിജൻ എല്ലായിടത്തും -2. സോ ഹിയർ ഇസ് നോ ചേഞ്ച് ആണ് അല്ലെ, നോ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. അതായത് ഇവിടെ ഓക്സിഡേഷനും നടന്നിട്ടില്ല, റിഡക്ഷനും നടന്നിട്ടില്ല. സോ ദിസ് ഇസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ അല്ലെ. ഇതൊരു റിഡോക്സ് പ്രവർത്തനമല്ല എന്ന് നമുക്ക് പറയാം. റെഡി, സെറ്റ് അല്ലേ? വെരി ഗുഡ്. അപ്പൊ മക്കളെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇവിടെ a cation is smaller than the corresponding neutral atom while anion is larger. Justify. നമുക്കറിയാം അല്ലെ, ഇപ്പൊ ഒരു സോഡിയം എടുത്തു കഴിഞ്ഞാല് Na+ ഇരിക്കുന്നു, അതേപോലെ തന്നെ സോഡിയം മെറ്റൽ ഇരിക്കുന്നു. ഇതിൽ ആർക്കാണ് സൈസ് കൂടുതൽ? Na+നാണോ സോഡിയത്തിനാണോ? ഇപ്പൊ ഒരു കാറ്റയോൺ ആനയോൺ ന്യൂട്രൽ ആറ്റം എടുത്തു കഴിഞ്ഞാൽ ചാർജ് കുറവ് വരുന്നത് നമ്മുടെ കാറ്റയോണിന്, ചാർജ് കൂടുതൽ വരുന്നത് ആനയോണിന്. കാറ്റയോണിന്റെ കേസ് എടുക്കുമ്പോഴത്തേക്കും നമുക്കറിയാം അവിടെ ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്, പക്ഷെ ഇലക്ട്രോണുകളുടെ എണ്ണം കുറവാണ്. സോ എന്താ സംഭവിക്കുക? അട്രാക്ട് ചെയ്ത് പിടിച്ചു വെക്കുക. അപ്പൊ സൈസ് അവിടെ ഡിക്രീസ് ചെയ്യും അല്ലെ. ഇനി ആനയോണിന്റെ കേസിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടി അല്ലെ. ഇലക്ട്രോണുകളുടെ എണ്ണം കൂടിയപ്പോ അവിടെ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ വരും, ഇലക്ട്രോണുകൾ തമ്മിൽ റിപ്പൽഷൻ വരുന്നു. പക്ഷെ ന്യൂക്ലിയർ ചാർജ് റിമൈൻസ് ദ സെയിം, ന്യൂക്ലിയർ ചാർജിന് ഒരു മാറ്റവും ഇല്ല അല്ലെ. അപ്പൊ ആ ഒരു ഇലക്ട്രോണിക് റിപ്പൽഷൻ എന്ത് ചെയ്യും? ന്യൂക്ലിയർ ചാർജിനെ ഓവർകം ചെയ്യും. അപ്പൊ ആനോണിന്റെ സൈസ് കൂടുന്നതായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ദ ഗ്രേറ്റർ എഫക്ട് ഇൻ ന്യൂക്ലിയർ ചാർജ് ഇൻ കാറ്റയോൺസ്, ബട്ട് ഇൻ ആനിയോൺസ് ദ അഡീഷൻ ഓഫ് 1 or more ഇലക്ട്രോൺ വുഡ് റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ്ഡ് ഇലക്ട്രോണിക് റിപ്പൽഷൻ ആൻഡ് ഡിക്രീസ്ഡ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ്. അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. മക്കൾ, ഇതിന് റീസൺ എന്ന് പറയുന്നത് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അല്ലെ. ഇപ്പൊ നൈട്രജന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പൊ 1s2 2s2 2p3യും ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. 1s2 2s2 2p4ഉമാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. 2p3 എന്ന് പറയുമ്പോൾ ഇവിടെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള പി സബ്ഷെല്ലുണ്ട്. ആരുണ്ട്? ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള പി സബ്ഷെല്ലുണ്ട്. ഈ ഹാഫ് ഫിൽഡ് പി സബ്ഷെല്ലിന് p4നെ കാട്ടിലും സ്റ്റെബിലിറ്റി കൂടുതലാണ്. ശരിയല്ലേ? അപ്പോ നൈട്രജൻ എന്ന് പറയുന്നത് ഓൾറെഡി നൈട്രജൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ഓക്സിജൻ എന്ന് നമുക്ക് പറയാം അല്ലെ. സ്റ്റെബിലിറ്റി കുറച്ച് കൂടുതലാണ്. അപ്പൊ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്നുമാണ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നോക്കിയാൽ ഇവൻ ഇഷ്ടപ്പെടുവോ? അവൻ ഇഷ്ടപ്പെടുകയില്ല അല്ലെ. നൈട്രജൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ഇഷ്ടമല്ല. അപ്പൊ എന്താ സംഭവിക്കുക? അയോണൈസേഷൻ എൻതാൽപ്പി കൂടും. ബിക്കോസ് ബാലൻസ് ഷെല്ലിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി.
അപ്പോ നൈട്രജനിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഓക്സിജനിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ എനർജി ഉപയോഗിക്കണം. സോ വി ക്യാൻ സേ ദാറ്റ് അയോണൈസേഷൻ എൻതാൽപി ഓഫ് നൈട്രജൻ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ എന്ന് പറയാം. ക്ലിയർ? റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റോമിക് റേഡിയസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അല്ലെ, ഒരു പീരിയോഡിക് ടേബിളില് ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുമ്പോൾ അറ്റോമിക് റേഡിയസ് കുറയും. എന്താ അതിന് റീസൺ എന്ന് പറയുന്നത്? റീസൺ ഒന്നേ ഉള്ളൂ, ഇൻക്രീസ്ഡ് ന്യൂക്ലിയർ ചാർജ്. അല്ലെ, ഇൻക്രീസ്ഡ് ന്യൂക്ലിയർ ചാർജ്. അപ്പൊ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോ വി നോ ദാറ്റ് ന്യൂക്ലിയർ അട്രാക്ഷൻ കൂടും. ന്യൂക്ലിയസ് ഇങ്ങനെ പിടിച്ച് വലിച്ചു വെക്കുകയാണ് അല്ലെ. അപ്പൊ ന്യൂക്ലിയർ ചാർജ് കൂടി, ന്യൂക്ലിയർ അട്രാക്ഷൻ കൂടി. ആസ് എ റിസൾട്ട് ആറ്റത്തിന്റെ സൈസ് ഡിക്രീസ് ചെയ്യും. ആറ്റത്തിന്റെ സൈസ് അവിടെ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. റെഡി? ഇനി ഡൗൺ ദ ഗ്രൂപ്പ് ആണെങ്കിലോ, ഡൗൺ ദ ഗ്രൂപ്പ് ആകുമ്പോ നമ്പർ ഓഫ് ഷെൽസ് കൂടി, ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു അല്ലെ. അപ്പൊ ന്യൂക്ലിയർ ചാർജ് അവിടെ കുറയുക, ന്യൂക്ലിയർ അട്രാക്ഷൻ കുറയുക. അപ്പൊ ആറ്റത്തിന്റെ സൈസ് കൂടും. ആറ്റത്തിന്റെ സൈസ് കൂടുമ്പോൾ ഈസി ആയിട്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാം. സോ അയോണൈസേഷൻ എൻതാൽപി കുറയും. ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരുമ്പോൾ എന്താ സംഭവിക്കുക? ആറ്റത്തിന്റെ സൈസ് കുറയുമ്പോ ന്യൂക്ലിയർ അട്രാക്ഷൻ കൂടുതലാ, ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ടാ. സോ അയോണൈസേഷൻ എൻതാൽപി കൂടും. ഇവിടെ ചോദിച്ചിട്ടില്ല, ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. അടുത്ത ചോദ്യം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. വൈ? മക്കളെ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപി എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ഗെയിൻ ചെയ്യുമ്പോൾ അവൻ കുറച്ച് എനർജി റിലീസ് ചെയ്യും. അതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപി. സിൻസ് നമ്മൾ എനർജി റിലീസ് ചെയ്യുന്നതായതുകൊണ്ട് ഇതിന്റെ വാല്യൂ നെഗറ്റീവ് ആണ് അല്ലെ. അപ്പൊ ഒരാളുടെ എത്രത്തോളം ഈസി ആയിട്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നോ അത്രത്തോളം അവന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപി നെഗറ്റീവ് ആയിരിക്കും, മോർ നെഗറ്റീവ് ആയിരിക്കും അല്ലെ. ശരി, ഇനി ഫ്ലൂറിനും ക്ലോറിനും എന്താ പ്രശ്നം? അതും അവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതിന്റെ ഉത്തരം പറയും അല്ലെ. ഫ്ലൂറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ 1s2 2s2 2p5 ആണ്. ക്ലോറിൻ ആണെങ്കിലോ മക്കളെ, ക്ലോറിൻ ആണെങ്കിൽ 1s2 2s2 2p6 3s2 3p5 ആ. ഫ്ലൂറിനിലേക്ക് ഇലക്ട്രോൺ വരുന്നത് 2p സബ്ഷെല്ലിലേക്കും ക്ലോറിനിലേക്ക് ഇലക്ട്രോൺ വരുന്നത് 3p സബ്ഷെല്ലിലേക്കുമാണ് അല്ലെ. 2p എന്ന് പറയുമ്പോൾ 3pയെക്കാട്ടിലും സൈസ് ചെറുതാ, കുഞ്ഞതാ. അപ്പൊ എന്താ സംഭവിക്കുക? ഒരു ഇലക്ട്രോണിനെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോണിക് റിപ്പൽഷൻ കൂടും, അൺസ്റ്റേബിൾ ആകും. അപ്പൊ ഫ്ലൂറിൻ ഇഷ്ടമുണ്ടോ? ഇഷ്ടമൊക്കെയാണ്, എന്നാലും മടിയാണ് ഇലക്ട്രോണിനെ മേടിക്കാൻ. വേറാസ് ഇൻ ദ കേസ് ഓഫ് ക്ലോറിൻ ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് കമ്പാരിറ്റീവ്ലി സൈസ് കൂടുതലുള്ള 3pയിലേക്കാണ് അല്ലെ. അപ്പൊ അവിടെ ഇലക്ട്രോണിക് റിപ്പൽഷൻ കുറവാ. സോ ക്ലോറിൻ കുറച്ചും കൂടെ സ്റ്റേബിൾ ആവും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ക്ലോറിൻ ഈസി ആയിട്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഫ്ലൂറിൻ ഇലക്ട്രോണിനെ വേണം അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് മടിയുണ്ട്. അതുകൊണ്ടാണ് ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപി ക്ലോറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപിനെ കാട്ടിലും ലെസ് നെഗറ്റീവ് ആയത് എന്ന് നമുക്ക് പറയാം. കിട്ടിയോ എന്റെ മക്കൾക്ക്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇതിനപ്പുറം ഈ ചാപ്റ്ററിൽ നിന്നൊന്നുമേ ചോദിച്ചിട്ടില്ല. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ദ IUPAC നെയിം ഓഫ് ദി എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 102. നമ്മൾ എങ്ങനെയാണ് മക്കളെ നെയിം ചെയ്യാം? അപ്പൊ നമുക്കറിയാം 1 ആണെങ്കിൽ അക്കോർഡിംഗ് ടു IUPAC അത് വരുന്നത് എന്താ? ഉൻ എന്ന് വരും അല്ലെ, അൺ എന്ന് വരും. അൺ എന്ന് നമുക്ക് പ്രൊണൗൺസ് ചെയ്യാം. ഇനി 0 ആണെങ്കിൽ അവിടെ വരേണ്ടത് നിൽ ആണ്, നിൽ ആണ്. 2 ആണെങ്കിൽ വരേണ്ടത് എന്താ? ബൈ ആണ് അല്ലെ, ബൈ ആണ്. ഇനി നമ്മൾ പേരെന്തെയ്യുന്നത് എങ്ങനെയാ? IUM ചേർത്തിട്ടാണ്. അപ്പൊ ഇവന്റെ പേര് വരുന്നത് എന്താ മക്കളെ? അൻനിൽ ഭയം, അൻനിൽ ഭയം എന്ന് വരും. ശരിയല്ലേ? ക്ലിയർ ആണോ? ഇനി 112 ആണെങ്കിൽ എങ്ങനെ വരിക? അൻഭയം എന്ന് വരും, അണ്ണൻഭയം അല്ലെ എന്ന് വരും. ഓക്കെ, റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ്. താഴെ പറഞ്ഞ സാധനങ്ങൾക്ക് റീസൺ പറഞ്ഞാൽ മതി. അയണൈസേഷൻ എൻതാൽപി ഓഫ് നൈട്രജൻ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. ഇതിപ്പോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, സെക്കൻഡ് പീരിയഡ് എലമെന്റ് ഷോസ് അനോമലസ് ബിഹേവിയർ. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാ? സെക്കൻഡ് പീരിയഡിലുള്ള ആൾക്കാർ അനോമലസ് ബിഹേവിയർ കാണിക്കാറുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ,
നമുക്കറിയാം നമ്മുടെ സെക്കൻഡ് പീരീഡിലുള്ള ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് താഴേക്കുള്ള ആൾക്കാരുടെ പ്രോപ്പർട്ടീസിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് സെക്കൻഡ് പീരീഡിലുള്ള ആൾക്കാരുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിന് റീസൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് റീസൺ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാം. ഒന്ന് അവരുടെ സ്മോൾ സൈസ്, അല്ലെ? ഒന്ന് അവരുടെ സ്മോൾ സൈസ്. രണ്ട് അവരുടെ ഹൈ ചാർജ് ടു റേഡിയസ് റേഷ്യോ, ഇനി മൂന്നാമതായിട്ട് മക്കളെ ഇവരുടെ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഈ 3 റീസൺസ് കാരണമാണ് സെക്കൻഡ് പീരീഡിലുള്ള എലമെന്റ്സ് മക്കളെ അനോമലസ് ബിഹേവിയർ കാണിക്കുന്നത്. റെഡിയല്ലേ? സെറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ ഗ്രൂപ്പ് ഓഫ് അയോൺസ് ആർ ഗിവൺ ബിലോ, ഫൈൻഡ് വൺ പെയർ which is not isoelectronic. ഐസോഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ എന്താ? പേരിൽ തന്നെയുണ്ടല്ലോ, ഐസോ എന്ന് പറഞ്ഞാൽ ഒരുപോലെ. അപ്പൊ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോണുകളുടെ എണ്ണം ഒരേപോലെ ഉള്ളവരെയാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. എടി അപ്പൊ നോക്കിക്കേ, Na+ എന്ന് പറയുമ്പോൾ 10 ഇലക്ട്രോൺ, Al3+ എന്ന് പറയുമ്പോൾ ഇതിലും 10 ഇലക്ട്രോൺ. ഇനി ആരാ മക്കളെ ഉള്ളത്? ഇനിയുള്ളത് നമ്മുടെ കാൽഷ്യം 2+ ആണ്, അല്ലെ? കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 ആണ്. 2 ഇലക്ട്രോൺസ് പോയാൽ 18 ഇലക്ട്രോൺസ് ആണ് ഉള്ളത് കേട്ടോ. 18 ഇലക്ട്രോൺസ് ആണ്. ഇനി ബ്രോമിൻ ആണ്. ബ്രോമിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 35 ആണ്. അപ്പൊ Br- ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. സോ ഇവന്റെ കയ്യിലുള്ളത് 36 ഇലക്ട്രോൺ ആണ്. F- ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ്. F- എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. സോ 10 ആണ്, അല്ലെ? അപ്പൊ ഇതിൽ ഐസോ ഇലക്ട്രോണിക് ആയിട്ടുള്ളത് ആരൊക്കെയാ? ഇതിലെ ഐസോ ഇലക്ട്രോണിക് ആയിട്ടുള്ള ആൾക്കാർ, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത് Na+ ഉണ്ട്, Al3+ ഉണ്ട്, F- ഉണ്ട്. ഇവരുടെ 3 പേരുടെ കയ്യിലും 10 ഇലക്ട്രോൺസ് ആണുള്ളത്. ഇവര് 3 പേരും ഐസോ ഇലക്ട്രോണിക് ആണ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ലാത്ത വേറെ ആരാ ഉള്ളത്? Ca2+ഉം Br-ഉം, അല്ലെ? ഇവര് 2 പേരും ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് അല്ല. ശരിയല്ലേ? യെസ്. അപ്പൊ മക്കളെ, അങ്ങനെയാണെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു 0 to Hero സീരീസിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഒപ്പം തന്നെ നിങ്ങൾ നിൽക്കുക. നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന പരീക്ഷയാണ്. നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും മക്കളെ. കെമിസ്ട്രി പരീക്ഷയിൽ നമ്മൾ ഒന്നിച്ച് നിന്നുകൊണ്ട് ഫുൾ മാർക്ക് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളും ഒറ്റയ്ക്കല്ല, നമ്മൾ ഒന്നിച്ചാണ് നമ്മൾ ഈ പരീക്ഷയെ നേരിടാനായി പോകുന്നത്. ഒരുപാട് പഠിക്കാനുണ്ട്. ഇതെല്ലാം പഠിച്ചു തീരുമോ എന്നുള്ള ഒരു പേടിയും വേണ്ട. അത് പഠിച്ചു തീർക്കാനുള്ള, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാനുള്ള, പ്രോപ്പറായിട്ട് മാർക്ക് മേടിക്കാനുള്ള മെത്തേഡുകളാണ് നമ്മൾ ഇവിടെ സൈലത്തിൽ നിന്ന് പറഞ്ഞു തരുന്നത്. എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മാത്രം മതി. ഇനി വരും ദിവസങ്ങളിലുള്ള ലൈവുകളും അതേപോലെയുള്ള 0 to Hero സീരീസിന്റെ വീഡിയോസും ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ എന്റെ മക്കൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. മക്കളെ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു വീഡിയോയിൽ, മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ്.